ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിസ്സാരമല്ലത്. പ്രിയങ്ക ഗാന്ധി പറഞ്ഞ വാചകം, മോദിയുടെ ഖബർ ഒരുങ്ങിയിരിക്കുന്നു, പാർലമെന്റിലാണെന്ന് പറഞ്ഞത്, റെക്കോർഡാണ്. ഖബർ എന്ന് പറയുന്ന വാചകം ആരും ശ്രദ്ധിച്ചു കാണത്തില്ല, മാധ്യമങ്ങൾ പോലും ശ്രദ്ധിച്ചു. ഖബർ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഖബർ എന്ന് പറഞ്ഞ വാചകം ഉപയോഗിക്കുന്നത് മുസ്ലിങ്ങളാണ്. അപ്പം മുസ്ലിങ്ങൾ എന്തുവായാലും നല്ല മുസ്ലിങ്ങൾ, ഇന്ത്യയിലെ ആൾക്കാർ അത്തരത്തിൽ മോദിയുടെ വധവുമായിട്ട് അല്ലെങ്കിൽ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയും അല്ലെങ്കിൽ മോദിയുടെ ഖബർ എന്ന് പറയാനും സാധ്യത ഇല്ല. പക്ഷെ ഇത് ഇസ്ലാമിസ്റ്റുകളുടെ വേർഡാണ്. പ്രിയങ്ക ഗാന്ധി ഉപയോഗിച്ചിരിക്കുന്ന ആ വേർഡ് അല്ലെങ്കിൽ ആ വാചകം, ഖബർ എന്നുള്ള വാചകം, അതായത് ഹിന്ദു ഇതിൽ മോദി വധിക്കപ്പെടും അല്ലെങ്കിൽ മോദിയെ അല്ലെങ്കിൽ കൊല്ലും, ആ രീതി പറഞ്ഞാൽ പോരെ. അല്ലെങ്കിൽ മോദി ഇത് ഖബർ എന്ന് പറയാൻ കാര്യം എന്താ? അപ്പം ആ പറച്ചിലിനകത്ത് പോലും ആ വാചകം ഉണ്ടാകണം എന്ന് ശ്രദ്ധിച്ച് പറയുകയും അല്ലെങ്കിൽ ആ താല്പര്യം ആരാണോ വെച്ച് പുലർത്തുന്നത് അവരുടെ കൂടെ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഇതിപ്പം അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് കോൺഗ്രസ് എന്നുള്ള കാര്യം ഈ വളരെ കാലമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ വന്നതിന് ശേഷം വളരെ കൃത്യമായിട്ട് വ്യക്തത വരുത്തി പറഞ്ഞുകൊണ്ടിരിക്കുക. കോൺഗ്രസിന്റെ അജണ്ട ഈ പറയുന്നത് പോലെ മുസ്ലിം അജണ്ടയാണ്, അല്ലെങ്കിൽ അത് ഇസ്ലാമിസ്റ്റ് അജണ്ടയാണ്. മുസ്ലിം അജണ്ട അല്ല, ഇസ്ലാമിസ്റ്റ് അജണ്ടയാണെന്നുള്ള രീതിയിൽ നേരത്തെ ഇത് മറച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. ഇത് തന്നെയായിരുന്നു നെഹ്റുവിന്റെ അജണ്ട. ഇത് തന്നെയായിരുന്നു ഒരു പക്ഷേ കോൺഗ്രസിന്റെ മൊത്തത്തിലുള്ള അജണ്ട. അല്ലെങ്കിൽ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കർണാടകയിലെ സിദ്ധരാമയ്യയുടെ അജണ്ട, ഇപ്പൊ അല്ലെങ്കിൽ അതിനപ്പുറം നിൽക്കുന്ന DK ശിവകുമാറിനെ ആക്കണ്ട എന്ന്, മുഖ്യമന്ത്രി ആക്കണ്ട എന്ന് പറയുന്നതിന്റെ അജണ്ട.